Kichu'z kitchen സ്വാഗതം. ഇന്ന് കർക്കിടക ഒന്നല്ല. അപ്പോൾ ഞാൻ ഇന്ന് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കാൻ മഴക്കാലത്താണ്. ഇത് കുടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ ആയിട്ടാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ശരിക്കും ഒരു മാസം കഴിക്കണം. ഒരു മാസം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിച്ചിരിക്കണം. അങ്ങനെ കഴിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് ദശപുഷ്പങ്ങൾ വെച്ചിട്ടും പല ചെടികളുടെയൊക്കെ ഇലകൾ വെച്ചിട്ടും വേരുകൾ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ 1 ഗ്ലാസ് ഉണക്കലരിയും 1/2 ഗ്ലാസ് ചെറുപയറും കൂടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഞാൻ ഈ അരിയും അതുപോലെ ചെറുപയറും എടുത്തത് ഇതാ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാട്ടാ. ഇതിൽ 1 ഗ്ലാസ് ഉണക്കലരിയും അതുപോലെ 1/2 ഗ്ലാസ് ചെറുപയറുമാണ് എടുത്തത് നമ്മൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതാ അവിടെ 1 ടീസ്പൂൺ ആശാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക്. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നല്ല ജീരകം എടുത്തിട്ടുണ്ട്, അതും ഇട്ടിടാം. ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിയാണ്, മുഴുവൻ മല്ലി, അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാതും എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ വെച്ചിട്ടാട്ടാ. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ജാതിയും അതുപോലെ കുറച്ച് ജാതിപത്രിയും 1 ചുക്കും 3 ഏലക്കയും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അയമോദകം കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് കുതിരണം. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് നേരം കുതിരാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആശാളി, ജീരകം, ഉലുവയൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലത്തെ കുറേ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അടിയിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ അവിടെ മിക്സിയുടെ ചെറിയ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതില്ലേ ആശാളിയും കാര്യങ്ങളൊക്കെ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് എല്ലാം കൂടി ഇതിലേക്കിടാം. ഇനി ഇതിനെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അരങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഞ്ഞി റെഡിയാക്കാം. ഞാൻ എന്താ ഇവിടെ എൻ്റെ കുക്കറിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ല ഈ ഉണക്കലരിയും അതുപോലെ ചെറുപയറും, അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരി മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഇവിടെ 5 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കുക്കറിൽ 3 വിസിലാണ് കേട്ടോ. 3 വിസിലെടുത്തപ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടിയത് എനിക്ക്. നമ്മളെ അരിയും അതുപോലെ നമ്മളുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നമ്മൾ നേരത്തെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനെല്ലാത്തിനും നന്നായിട്ട് ഇളക്കി ഇതിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകണം. നമുക്ക് ഇതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒരു സർവിങ് ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കർക്കിടക കഞ്ഞിനെ ഞാൻ എന്താ ഇവിടെ മണ്ണിൻ്റെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ഹെൽത്തി ഡിഷുമായിട്ട് കാണാം.